ഹായ് ഫ്രണ്ട്സ്, ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളതെല്ലാം ഫുള്ളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കേക്ക് ടിന്നിലോട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലും 1 ടീസ്പൂൺ വിനെഗറോട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സീവ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാൻ കോഫി പൗഡറും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്, അതും കൂടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. കോഫി പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ കട്ടിയായിട്ട് എടുക്കും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ സീവ് ചെയ്തെടുക്കാം. 3 പ്രാവശ്യമെങ്കിലും സീവ് ചെയ്തെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം സീവ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 പ്രാവശ്യം ഇപ്പോഴും പിന്നെ ലാസ്റ്റ് ബാറ്റർ ചേർക്കുന്ന സമയത്ത് 1 പ്രാവശ്യം കൂടെ സീവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. 1/2 കപ്പ് പഞ്ചസാരയും അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ 4 മുട്ട ഇതുപോലെ യോക്കും വൈറ്റ് പോർഷനും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് രണ്ടിലുമായിട്ട് പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ യോക്ക് പോർഷൻ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയിൽ പകുതി ഭാഗം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി ഭാഗം വൈറ്റ് പോർഷൻ ബീറ്റ് ചെയ്യുമ്പോൾ അതിനകത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്കിനായിട്ട് എടുക്കുന്ന എല്ലാ സാധനങ്ങളും വെള്ളനനവ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒട്ടും വെള്ളനനവ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ നോർമൽ ടെമ്പറേച്ചർ ആയത് മാത്രമേ എടുക്കാവൂ. അതുപോലെ പാലും മുട്ടയും ഏതായാലും നോർമൽ ടെമ്പറേച്ചർ ആയത് മാത്രം എടുക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആവുന്നിടം വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓയിലും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിൽ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്, മറ്റ് വേറൊന്നും ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് ആകുമ്പോൾ റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഷെഫ് മാസ്റ്ററുടെ സൂപ്പർ റെഡ് ആണ് കേട്ടോ നല്ല കളർ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ ഒന്ന് സീവ് ചെയ്ത് കുറേശ്ശായിട്ട് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. കുറേശ്ശെ ഇതുപോലെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബാറ്റർ നമുക്കിതുപോലെ തിക്കായെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തോട്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് ഒന്ന് ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടവും പറ്റത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് വൈറ്റ് പോർഷൻ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ നേരത്തെ വാനില എസൻസ് 1/2 ടീസ്പൂൺ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗറില്ലേ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ബാറ്ററിലോട്ട് ഈ വൈറ്റ് പോർഷൻ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുപോലെ സ്ലോലി വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പീഡ് കുറച്ച് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ലെന്തി ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടി നിങ്ങളെ കാണിക്കുന്നത്. വളരെ സ്പീഡ് കുറച്ച് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും, ബാറ്ററൊക്കെ താന്നു പോകും. അപ്പം വളരെ സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കുക. ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പാച്ചില വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. വളരെ സ്ലോലി മാത്രം ചെയ്തെടുക്കാം. ഇനി ഞാൻ സ്പാച്ചില വെച്ചിട്ട് ഒന്നുകൂടെ കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് ഏതെങ്കിലും കട്ടയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടിഭാഗത്ത് ഞാനൊരു റിങ് വെച്ചിട്ടുണ്ട്. റിങ്ങിന് പകരം നിങ്ങളൊരു പാത്രം, ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താലും മതി. പാത്രത്തിൻ്റെ അടപ്പൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ കേക്ക് ടിന്ന് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് 30 മിനിറ്റൊക്കെ ആവാറാകുമ്പോഴേ ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് താന്ന് പോകും, പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തൊക്കെ എടുക്കാം. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്, ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയും നല്ല സ്പഞ്ചി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ടർ ഉപയോഗിച്ച് ഈ കേക്കിന് 3 ലെയറിൻ്റെയും ഹാർട്ട് ഷേപ്പ് നടുക്ക് ഭാഗത്ത്, അതായത് എല്ലാത്തിൻ്റെയും സെയിം സ്ഥലത്ത് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏത് നോസിലായാലും കുഴപ്പമൊന്നുമില്ല, സ്റ്റാർ നോസിലോ അല്ലെങ്കിൽ മറ്റേ നോസിലൊന്നും ഇല്ലാതെ തന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് എങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് മറക്കാതെ കാണുക. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ബാക്കി എല്ലാ ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുകൾ ഭാഗത്തോട്ട് വെച്ച് കൊടുത്ത് വീണ്ടും ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് കാണിക്കാത്തത് ഞാനിത് ഒഴിക്കാനായിട്ട് വിട്ടുപോയി. മിക്സ് ചെയ്ത് വെച്ചു, പക്ഷേ ഒഴിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്ത് അതിലും ഇതേ സെയിം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഫ്രൂട്ട്സിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്രോജെല്ലാണ് കേട്ടോ, അതെടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എല്ലാ ഫ്രൂട്ട്സും അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ബ്ലൂബെറിയും അതുപോലെ സ്ട്രോബെറി, നമ്മുടെ പാമോഗ്രാനൈറ്റ് ഇതൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതെല്ലാം ഇതുപോലെ ഒന്ന് ഇതിൽ മുക്കിയിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ ന്യൂട്രോ ഗ്ലേസിൽ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം, കട്ട് ചെയ്തിട്ടും ഒക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മാക്രോണിൻ്റെ ബിസ്ക്കറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മാക്രോണിൻ്റെ ബിസ്ക്കറ്റും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.